കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 57-ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി ലൗകിക വസ്തുക്കൾ എന്ന പോലെ തന്നെ ആത്മാവിൻ്റെയും ഹൃദയത്തിൻ്റെയും ഗുണവിശേഷങ്ങളും സ്വന്തമല്ലെന്ന് ഗ്രഹിക്കുവാനുള്ള അനുഗ്രഹം യേശു എനിക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചു ത്രേസ്യയെ വലിയൊരു ഉൾക്കാഴ്ചയാണ് നീ ഞങ്ങൾക്ക് നൽകുക. ലൗകിക വസ്തുക്കളൊന്നും ഞങ്ങളുടേതല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതോടൊപ്പം നീ കൂട്ടിച്ചേർക്കുകയാണല്ലോ ദൈവം നൽകിയിട്ടുള്ള തോന്നിപ്പുകളും ചിന്താരീതികളും നൽകുന്ന പ്രേരണകളും എല്ലാം. അതും ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവം ഉള്ളിൻ്റെ ഉള്ളിൽ നിവേശിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒന്നിലും അഹങ്കരിക്കാതെ മുന്നോട്ട് പോകുവാനായിട്ട്, ഒന്നിലും ആശ്രയിക്കാതെ മുന്നോട്ട് പോകുവാനായിട്ട് പുണ്യവതി ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. നല്ല ദൈവത്തിൽ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം.